എല്ലാവരെയും വിളിച്ചു കൂട്ടിയത് ഒരു പ്രധാന കാര്യം പറയാനാ. അർജുന്റെ പിറന്നാൾ മിഥുനമാസത്തിലെ പൂരം നാളിലാണെന്ന് അറിയാലോ. അത് നമുക്ക് നല്ല ഒരു ഫാമിലി ഫംഗ്ഷൻ ആക്കണം. പക്ഷേ വളരെ ഗ്രാൻഡ് ആയിരിക്കണം. ഗസ്റ്റുകൾ ആരൊക്കെയാ? അതൊക്കെ തീരുമാനിച്ച് അവരെയൊക്കെ നമുക്ക് നേരത്തെ ക്ഷണിക്കണ്ടേ? മെയിൻ ഗസ്റ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ക്ഷണിക്കാതെ തന്നെ ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു രാജകുമാരി, ഐശ്വര്യലക്ഷ്മി. അതെന്താ രമേ അങ്ങനൊരു പറച്ചില്? ഐശ്വര്യ രമാനിലയത്തിലെ മരുമകളാണെന്നും നീ അംഗീകരിക്കാൻ പോവുകയാണെന്നും അതിന്റെ പേരിൽ ഒരു ഫംഗ്ഷൻ നടത്താൻ പോവുകയാണെന്നും ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ തന്നെയല്ലേ പറഞ്ഞത്? അതിന് ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ. ആ കണ്ടീഷനൊക്കെ പാസ്സായി എന്ന് വന്നാൽ അവൾ ഇവിടെ ഗസ്റ്റ് തന്നെയാണ്. അർജുന്റെ സ്പെഷ്യൽ ഗസ്റ്റ്. ആ ഭദ്രേട്ടാ, ഇവിടെ നടക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ മുഴുവൻ ചുമതലയും ഞാൻ ഭദ്രേട്ടന് തരിക. എല്ലാം നമുക്ക് ഗ്രാൻഡ് ആക്കണം. അതിനെന്താ, നമുക്കെല്ലാം ഗംഭീരമാക്കാം. അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. എന്താ പോരെ? നിനക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ ഐശ്വര്യ? നിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അവരെയൊക്കെ വിളിച്ചു വരുത്താൻ ഇതൊരവസരമാ. ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ഏതെങ്കിലും രാജാവോ രാജ്ഞിയോ ഉണ്ടെങ്കിൽ പറയണം. കൊട്ടാരം ആചാരപ്രകാരം ഞാൻ അവരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചേക്കാം. പ്രത്യേകിച്ചും രാജകൊട്ടാരത്തിൽ നിന്ന് ആളുകൾ വരുമ്പോ അത് നമുക്കും ഒരു അന്തസ്സല്ലേ, അല്ലേ ഭദ്രേട്ടാ? നീ എന്തു പറയുന്നു? അവരെയൊക്കെ ഞാൻ നേരിട്ട് ക്ഷണിച്ചോളാം. ആ മതി മതി, അങ്ങനെ തന്നെ മതി. രാജാവെന്ന് പറഞ്ഞു വരുന്നവര്